ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം നമ്മുടെ ലൈവിൽ ഇപ്പോൾ മത്സരാർത്ഥികളുടെ ശത്രുക്കൾ ആര്, മിത്രങ്ങൾ ആര്, ഇവരുടെ ആ റൂട്ട് മാപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മുടെ ഗെയിമിൽ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ടാസ്കിൽ പറയേണ്ടത് നമ്മുടെ അനീഷാണ്. പൊതുവെ അനീഷിനെ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മേൽപ്പിക്കാറുള്ളത്. ജിസേലിന്റെ കാര്യമാണ് ആദ്യം തന്നെ അനീഷ് ഗ്രാഫായി കാണിച്ചത്. അപ്പോൾ ജിസേലിന്റെ ശത്രു എന്ന് പറയുന്നത് അനുമോളാണ്, മിത്രം എന്ന് പറയുന്നത് ആര്യനും. ആര്യന്റെ കേസെടുത്ത് നോക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഫ്രണ്ട്സ് ആണ് എന്നുള്ള രീതിയിൽ കളിച്ചു പോവുക, അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രവൃത്തി കാണിക്കുക, എന്നിട്ട് അതിലൊരു വലിയ ചർച്ച ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർ രണ്ടു പേർക്കും ഇടയിലുള്ളത്. ശത്രുവായിട്ട് കാണുന്നത് അനുവിനെയാണ്. അനുവിനെ അങ്ങനെ കണ്ടതിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ പുറത്തുണ്ടാക്കുമെന്ന് ഇവർക്കറിയാം. പിന്നെ അനീഷ് പറഞ്ഞത് അനുവിനെ കുറിച്ചാണ്. അനുവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അനുവിന് അങ്ങനെ പ്രത്യേകിച്ച് മിത്രമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാഹചര്യത്തിനൊത്ത് അല്ലെങ്കിൽ കാലാവസ്ഥക്കനുസരിച്ച് അനുമോളെ ശത്രുവാക്കുകയും മിത്രമാക്കുകയും ചെയ്യുന്നവരാണ് അനുവിന് ചുറ്റുമുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അനുവിന്റെ ഏറ്റവും വലിയ മിത്രം എന്ന് പറയുന്നത് ഇവിടെ ആദില ആയിരിക്കും. എന്നാൽ അത് ഇന്നത്തെ അവസ്ഥയാണ്. നാളെ ഇനി അതെന്താകുമെന്ന് നമുക്കറിയില്ല. പിന്നെ ശത്രു ആണെങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അനുവിന് ഇവിടെ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത് ജിസയിലാണ്. പ്രേക്ഷകരെയൊക്കെ തന്നെ വളച്ചൊടിച്ച് അവരുടെ കണ്ണിൽ പൊടിയിടുക, അതായത് നമ്മുടെ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അനു ഈ വീട്ടിലേക്ക് എത്തിയത്. അത് അനു നന്നായിട്ട് തന്നെ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അനു ഈ വീടിനകത്ത് ആദ്യം തന്നെ ഒരു ശത്രുവിനെ ഉണ്ടാക്കിയെടുത്തു. അത് ജിസയിലാണ്. ഇത് തന്നെയായിരുന്നു അനുവിന്റെ ഉദ്ദേശവും എന്നും പറയുന്നുണ്ട്. എന്നാൽ അപ്പം നമ്മുടെ അനു തിരിച്ചു പറയുന്നുണ്ട്, എന്റെ ശത്രു ജിസയിലൊന്നുമല്ല, നിങ്ങളാണെന്ന്. എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.